എന്താ നിർത്തിക്കളഞ്ഞത്? ശരി ചമ്പക, ശരി. ഉൻ സിരിപ്പ് ടെലഫോൺ മണി പോലെ കാതിൽ മുഴങ്കട്ടും ചമ്പകോ. ശരി, ഭയപ്പെട വേണ്ട ചമ്പകോ, പക്കത്തില് വാ. നീ ആരെയാ പാക്കുന്നത്? அந்த ലാസറേപ്പനെ? அந்த ആൾ മുട്ടാൾ കഴുത. ഇതൊന്നും മനസ്സിലാക്കാനുള്ള മൂളയില്ല. നീ അപ്പടിയേ വന്ന് ഒരു കിസ് കൂട്. അയ്യോ, ഞങ്ങൾ കൊക്കയിൽ വീണേ, ഞങ്ങൾ കൊക്കയിൽ വീണേ. അയ്യോ, സോറി, സ്വപ്നത്തിലൊരു ആക്സിഡന്റ് ഉണ്ടായി, ഞങ്ങൾ കൊക്കയിൽ വീണു. ഞങ്ങളാ? ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും പിന്നെ സ്വപ്നത്തിലെ ഞാനും. കണ്ട പെണ്ണുങ്ങളെ സ്വപ്നം കണ്ടോണ്ട് കിടക്കാണ്ട് പോയി ചായ തിളപ്പിക്കടാ. അല്ല, പണിയും ചെയ്യില്ല. ആ, നമ്പർ 12 ഇത് തന്നെ, ഇത് തന്നെ. അണ്ണാച്ചി, ജോയി ഇവിടെയല്ലേ താമസിക്കുന്നത്? ஜோய் சேட்டன் தூங்கிட்டு இருக்காரு, இன்னும் எந்திரிக்கல. தூங்கிட்டு இருக்காரு. തൂക്കിയിട്ടിരിക്കുന്നോ? തൂങ്ങിയിട്ടിരിക്കാറ്, ഉറങ്ങുവാന്ന്. പൊതച്ചു കിടന്ന് നല്ല ഉറക്കവാ. ചെന്നവന്റെ നടുവിന് നോക്കി ഒരു ചവിട്ട് കൊടുക്കട്ടാ. അതെന്തിന്? ഒരു സന്തോഷത്തിന്. അവന്റെ ഇളയാപ്പൻ അപ്പുറത്തുണ്ട്. നമുക്ക് അവനെ കട്ടിലോട് തൂക്കി പുറത്തേക്ക് കൊണ്ടുപോവാം. പുറത്തേക്ക് കൊണ്ടുപോകാനോ? എന്താ കാര്യം? നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇളയാപ്പൻ കാണണ്ട. ഈ കട്ടിലെടുത്തോണ്ട് ഇളയപ്പൻ എങ്ങോട്ട് പോയി? ഇളയപ്പാ, ഇളയപ്പാ. நம்ம லாசர் இளையப்பன் கட்டில படுத்திருந்தாரு, இப்படி வந்தாரா? அவரா? அது அவருக்கு என்ன உடம்பு சரியில்லையா? ஏன் தூக்கிட்டு போறாங்க? தூக்கிட்டு போய்? ஆறு தூக்கிட்டு போய்? 2 பேர் இப்பதான் தூக்கிட்டு போறாங்க. കർത്താവേ, കാശ് കൊടുക്കാൻ ആരോ പിടിച്ചോണ്ട് പോയതാ. എങ്ങോട്ടാണ് പോയത്? ഇപ്പിടിതാ പോണാங்க. അപ്പോ നീ വേഗം പോയി നമ്മുടെ പണിക്കാരെ മുഴുവൻ അങ്ങോട്ട് വിളിച്ചോണ്ട് പോ. ഞാൻ പോയി നോക്കാം. ചന്തു, നീ ബാഗ് കൊണ്ടുവച്ച് ഇവന്റെ ഇളയാപ്പനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കെ ഞാൻ ഇവനൊരു ഷോക്ക് കൊടുത്തിട്ട് വന്നേക്കാം. നീ എന്തൊക്കെയായി കാണിക്കുന്നത്? ഉറക്കത്തിന്ന് കട്ടിലേപ്പടി തൂക്കി പറമ്പി കൊണ്ടുവന്നിട്ട് എന്തോന്ന് ഷോക്ക് കൊടുക്കാൻ? അതൊകൊണ്ട് നമ്മുടെ ഈ വരവ് ഇവനൊരു ഷോക്കിംഗ് സർപ്രൈസ് ആയിക്കോട്ടെ. നീ ചെല്ല്. ചെല്ലടാ. അപ്പൊ അതായത് എടാ ചന്തു, നീ എങ്ങനെ ഇവിടെ വന്നു? അപ്പൊ നീ അല്ലേ ആ കട്ടിലിൽ കിടക്കുന്നത്? ഏയ്, അത് ഞാനായിരിക്കാൻ വഴിയില്ല. പിന്നെ ഞാൻ വരുന്ന ഇത്ര നേരം തൂക്കിക്കൊണ്ട് നടന്ന ആരെയാ? കുഴപ്പമായി. ജോയി, നീ ഇളയപ്പന്റെ കണ്ണുപ്പെടുന്നതിന് മുമ്പ് പോ. ഇളയാപ്പൻ നീ വാ, ഞാൻ പറഞ്ഞുതരാം. കൊല്ലാൻ നോക്കിയവനാ. മതി മതി, നിർത്ത് നിർത്ത്. ഇനി ഇടിച്ചവൻ ചത്തു. ജീവനോടെ പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കാനുള്ളതാ. ഇവന്റെ മുഖം ഒന്ന് കാണട്ടെ.
എന്തിനാടാ എന്നെ കൊല്ലാൻ നോക്കിയത്? ഞാൻ ഇളയപ്പനെ രക്ഷിക്കാൻ വന്നതല്ലേ. ദൈവം കണ്ടതാ രണ്ടുപേര് ഇളയപ്പനെ എടുത്തോണ്ട് പോകുന്നത്. ஆமாங்க நான் பார்த்தேன் 2 பேர் சேர்ந்து தான் தூக்கிட்டு போனாங்க. രണ്ടുപേരാ? അതാരാടാ ഈ രണ്ടുപേര്? രണ്ടുപേര് ഞാൻ ഇളയപ്പനെ രക്ഷിക്കാൻ വന്നപ്പോ രണ്ടുപേര് ഓടിക്കളഞ്ഞില്ലേ? അവരെ കണ്ടാ തിരിച്ചറിയോ? ഇല്ല, ഒരിക്കലും അവരെ ഞാൻ കണ്ടാ തിരിച്ചറിയില്ല. അതെന്താടാ തിരിച്ചറിയാ? അവര് മുഖം മൂടി ഉണ്ടായിരുന്നു അവർക്ക്. முகமூடியா? അതെ, മുഖം മൂടി ഒന്നും കണ്ടാ തിരിച്ചറിയാനുള്ള പ്രായം നിനക്കായിട്ടില്ല. മൂടി കണ്ടാ തിരിച്ചറിയാൻ പ്രായം വേണോടാ? വേണം, ഞാനിത് ഇപ്പൊ തെളിച്ചുതരാം. ഇവരെ இந்த ഇളയപ്പനെ രണ്ടുപേര് തൂക്കിയിട്ട് പോരുന്നത് ഈ പാത്തല്ല. അപ്പൊ ഇവർ മുഖം മൂടിയിരുന്നതില്ല. ഇതാ ഞാൻ പറഞ്ഞത് മുഖം മൂടി ഉണ്ടായിരുന്നു എന്ന്. ഇനിയും മുഖം മൂടികൾ കൂട്ടം കൂട്ടമായി വന്ന് ഇളയപ്പനെ മുഴുവനായി കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഇപ്പൊ മുഖം മൂടികളുടെ സീസണാ. നിന്നെ പിടികൂടാൻ തന്നെയാണ് ഞാൻ ഈ പോണ്ടിച്ചേരിയിലേക്ക് വണ്ടി കയറിയത്. പക്ഷെ കാലക്കേടിന് എന്റെ കൈ കിട്ടിയത് ഇളയപ്പനെ ആയിപ്പോയി. ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം ഞാൻ എന്ത് ദ്രോഹം ചെയ്തടാ? നിനക്കത് അറിയില്ല അല്ലേ? നമ്മുടെ ചന്തുവിനെയും ആ ചേറായിലെ സിറിയക്കിന്റെ മോളെയും ചേർത്ത് നീ എന്തൊക്കെ വൃത്തികേടുകളാ പറഞ്ഞുണ്ടാക്കിയത്? നീ അത് വിശ്വസിച്ചോ? അതെന്റെ ചെറിയൊരു കലാപരിപാടി അല്ലായിരുന്നോ? വെറും പുഴു. കള്ള സൂറേ, സ്വന്തം കൂട്ടുകാരന്റെ ജീവൻ കൊണ്ട് തന്നെ വേണോ അല്ലടാ നിന്റെ കലാപരിപാടി? അവനോട് വന്നപ്പോ പോലെ തുടങ്ങിയാണല്ലോ. ഇവനാ ഈ വൃത്തികെട്ടവനാ എല്ലാത്തിനും കാരണക്കാരൻ. നിന്നെയും ആ ചേറായിലെ പെണ്ണിനെയും ചേർത്ത് ഇവൻ വേണ്ടാത്തൊക്കെ ഉമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാ അവളാ സിറിയക്കിന് ഊമക്കത്തയച്ചത്. അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി നിനക്കറിയാമോ? ആ ചേറായിലെ ഗുണ്ടകൾ ഇവനെ തല്ലി, ഇവന്റെ സ്കൂട്ടർ കത്തിച്ചു. അതിന് പകരം വീട്ടാ ഞാൻ പോയി അവന്റെ കാറ് കത്തിച്ചു. ഇപ്പൊ എനിക്ക് ഇവന് നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ടായി. അവന്റെ ഒരു കലാപരിപാടി. കൊല്ലണ്ട അവനെ. കൊല്ലടാ, കൊല്ല്. നീ പറയടാ എന്നെ കൊല്ലാൻ. എടാ പറയാൻ. എന്താണ് നിന്റെ വായിൽ നാക്കില്ലേ? അണ്ണാക്കലോട്ട് ഇറങ്ങിപ്പോയോ? പറയടാ അങ്ങോട്ട്. നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ. നിന്റെ പെങ്ങളില്ലേ ഊമക്കത്തെഴുത്തുകാരി ഊമ? അവൾ കത്തയച്ച കാര്യം മാത്രമേ നിന്നോട് പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ലേ? ചേറായിലെ പെണ്ണ് ഇവനെ പ്രേമിച്ചാലും കല്യാണം കഴിച്ചാലും ഒക്കെ അവക്കെന്താ? അവളെന്തിനാ അത് ഊമക്കത്താക്കി അവളുടെ തന്തയെ അറിയിക്കുന്നത്? അത് ചോദിച്ചില്ലേ നീ അവളോട്? എങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ പറയാം. അവൾക്ക് ഇവനോട് പ്രേമമാണ്. ഇവനെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ല. പക്ഷെ ഇവനോ? അവിടെയാടാ നീ നിന്റെ കൂട്ടുകാരനെ തിരിച്ചറിയേണ്ടത്. നിന്റെ വീട്ടിൽ കയറി ഇങ്ങനെ ഒരു കുഴപ്പം കാണിച്ച് നിന്നെ നിന്റെ വീട്ടുകാരെയും വിഷമിപ്പിക്കാൻ ഇവൻ തയ്യാറല്ല. ഇതൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും അവളെ ഇതിന്ന് പിന്തിരിപ്പിക്കണമെന്നും ഇവൻ വന്ന് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. തോന്നിയെന്നല്ല, അതാണ് ശരി. അങ്ങനെ ചിന്തിക്കാത്തവൻ കൂട്ടുകാരനല്ല. പക്ഷേ നിന്റെയല്ലേ പെങ്ങള്? ഇതൊന്നും പറഞ്ഞാൽ അവളുടെ തലേ കയറില്ലല്ലോ. ഒടുക്ക അവളെ ഇതിന്ന് പിന്തിരിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു കള്ളക്കഥ പറയേണ്ടി വന്നു. ഇത് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഗണിച്ചറിയാൻ ഞാൻ കണിയാനൊന്നല്ലോ. ഇപ്പൊ നീ എന്നെ തല്ലിയതിലും ചീത്ത വിളിച്ചതിലും എനിക്കൊരു വിഷമമില്ല. എല്ലാം എന്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണെന്നുള്ളതിൽ സന്തോഷമേ ഉള്ളൂ. ജോയി, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ഉപദ്രവിച്ചതിനും ഉമ ചെയ്തു പോയ തെറ്റിനും മാപ്പ്. പക്ഷേ ഇപ്പൊ എനിക്ക് എന്റെ പെങ്ങളെ കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്നു. ഇങ്ങനെ ഒരു മനസ്സുള്ള ഇവനെയല്ലാതെ വേറെ ആരെയാണ് അവൾ ഇഷ്ടപ്പെടുക? നീ കൊടുത്ത ദാനമല്ലടാ അവൾക്ക് ഈ ജീവിതം തന്നെ. അതവൾ നിനക്ക് വേണ്ടി മാറ്റിവെച്ചില്ലെങ്കിൽ പിന്നെ അവൾ എന്തിനു കൊള്ളാമടാ? എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയല്ലേ നീ അവളുടെ സ്നേഹം നിരസിക്കുന്നത്? അവൾക്ക് നിന്നെയും നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താണ് വിഷമം? ദൈവം നമ്മളെ കൂട്ടുകാരാക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാ. നമ്മളെ പിരിക്കാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും പറ്റില്ലടാ.